ഹലോ നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം അൻസാർ കരുനാഗപ്പള്ളി. ഞാനിപ്പോൾ നിൽക്കുന്നത് മസ്കറ്റിലല്ല, നാട്ടിലാണ്. നാട്ടിലെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം കറങ്ങാൻ പോയപ്പോൾ എടുത്ത ചെറിയ ഒരു വീഡിയോസാണ്. അങ്ങനെ കോഴിക്കോട് പട്ടണം ഫുള്ള് കറങ്ങി. ഇതാണ് കോഴിക്കോട്ടിലെ മുട്ടായി തെരുവിലേക്കുള്ള ഒരു യാത്രയിലാണ്. അവിടുത്തെ ജനസാഗരമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് സമയത്ത് പോയാലും അവിടെ എപ്പോഴും തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. ഞാൻ ഉച്ച ടൈം കഴിഞ്ഞ് വൈകുന്നേരം ഉള്ളിലാണ് പോയത്. എന്നാലും കാര്യമായ തിരക്കൊന്നും ഇല്ലായിരുന്നു അവിടെ. കുഴപ്പമില്ല, നല്ല സ്റ്റോളുകളൊക്കെ ഉണ്ട്, വസ്ത്രങ്ങളുണ്ട്, ചെരുപ്പ് കടകളുണ്ട്, ഹലുവ കടകളുണ്ട്. ഞാൻ കുറേ സ്വീറ്റും അലുവയൊക്കെ മേടിച്ചായിരുന്നു. കണ്ടില്ലേ, കോഴിക്കോടൻ ഹലുവ. രാത്രി ടൈം ആകാറായപ്പോഴത്തേക്ക് നല്ല തിരക്കാണ് അവിടെ അനുഭവപ്പെട്ടത്. അന്ന് അവധി ദിവസമായിരുന്നു, ശനി ഞായർ ദിവസങ്ങളായതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. ഈ മുട്ടായി തെരുവിൽ പോയാൽ നല്ല അടിപൊളി ഫ്രഷ് ജ്യൂസ് കുടിക്കുന്ന ഒരു സ്ഥലമുണ്ട്. കുറച്ച് മുന്നോട്ട് പോകുമ്പം ടേണിങ് തിരിയുന്ന ഒരു സൈഡിലാണ് നല്ല ഫ്രഷ് ജ്യൂസാണ്. എല്ലാ തരം ജ്യൂസും അവിടെ അവൈലബിൾ ആണ്. ഞാൻ കയറി കുടിച്ചായിരുന്നു, നല്ല ജ്യൂസായിരുന്നു അവിടെ ഉള്ളത്. അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിലേക്കാണ് പോയത്. കോഴിക്കോട് ബീച്ചിൽ നല്ല രാത്രി ടൈം ആകുമ്പോഴത്തേക്ക് ലൈറ്റുകൾ തെളിയിക്കാനുള്ള ഒരു ഡെക്കറേഷനൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ കൊച്ചുമാടെ മോനുമായിട്ട് വന്ന് പോയത്. പുള്ളിക്കാരൻ അങ്ങനെ കടലിലേക്ക് കാല് നനയ്ക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. ഞങ്ങൾ പിന്നെ നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. റെയിൽവേ സ്റ്റേഷൻ ചെന്നപ്പോൾ നല്ല തിരക്കാണുള്ളത്. ഞങ്ങൾ ട്രെയിൻ വന്നു, ട്രെയിനിനകത്ത് കയറിയപ്പോൾ അപരിചിതമായ 3 കുട്ടികളെ കണ്ടു. ചോദിച്ചപ്പോൾ കാസർഗോഡുള്ളതാണ്. അവർ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പം അവരുമായിട്ട് കുശലമൊക്കെ പറഞ്ഞു, നല്ല സെൽഫിയൊക്കെ എടുത്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന ടൈമിൽ വന്ദേ ഭാരത് വന്നു. വന്ദേ ഭാരത് കയറിയിട്ടില്ല, ടിക്കറ്റ് നോക്കിയപ്പോൾ ഫുള്ളായിരുന്നു. എന്നാലും ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ച് അതിൻ്റെ മുന്നിൽ നിന്നൊരു സെൽഫി വീഡിയോ എടുത്തു. ഇതാണ് നമ്മുടെ നാട്ടിലെ വന്ദേ ഭാരത്. ഇതിൻ്റെ ടിക്കറ്റ് എങ്ങാണ്ട് 1000 റുപ്യോളം വരുമെന്നാണ് ഓൺലൈനിൽ കാണിച്ചത്. പക്ഷേ നമ്മളെടുത്തില്ല, നമ്മൾ ലോക്കൽ ട്രെയിനിനകത്താണ് കയറിയത്. അവിടെ നിന്ന് ഞങ്ങളവിടെ ചെന്ന പാടെ ഒരു റൂമൊക്കെ എടുത്തു. അതിശക്തമായ മഴക്കോൾ ഇങ്ങനെ കയറി നിൽക്കുന്ന ടൈമായിരുന്നു. ഇപ്പം നാട്ടിൽ നല്ല തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ മഴയും പെയ്തു. നല്ല അതിശക്തമായ മഴയാണ് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത് നാട്ടിൽ. ഇത് ഞാൻ ആ സ്പോട്ടിൽ പോയപ്പോൾ എടുത്ത ലൈവ് വിശ്വാസമായിരുന്നു. വീഡിയോസ് ഇടാൻ കുറച്ച് താമസമായിപ്പോയി. ഇങ്ങനെ നല്ല അടിപൊളി മഴയൊക്കെ കണ്ടു. മഴ നല്ലോണം ആസ്വദിച്ചു നാട്ടിൽ പോയി. എൻ്റെ ഫേസ്ബുക്ക് പേജായ അൻസാർ കരുനാഗപ്പള്ളിയും ഇൻസ്റ്റഗ്രാം പേജായ നോൺ സ്റ്റോപ്പ് തിങ്സ് എന്ന ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.